ഓർമ്മ ശരിയാണെങ്കിൽ PVG ആണ് എന്നെ വിളിച്ചത്. വിളിച്ചപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഉണ്ണിയാർച്ചയുടെ കഥ സിനിമയാക്കുന്നു, ചന്തുവായിട്ട് നിങ്ങൾ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചന്തുവായിട്ടോ? ഞാൻ വില്ലനായിട്ട് അഭിനയിക്കണോ? അതല്ല, നിങ്ങളൊന്ന് കേട്ടു നോക്ക്, MT ആണ് എഴുതുന്നത്, ഹരിഹരൻ സാറാണ് സംവിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ ഒരു വടക്കൻ വീരഗാഥയിലേക്ക് എത്തുന്നത്. 36 വർഷത്തിന് ശേഷം വീണ്ടും പ്രേക്ഷകരിലേക്കായി എത്തുന്ന ഒരു വടക്കൻ വീരഗാഥയുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ രമേശ് പിഷാരടിയും മമ്മൂട്ടിയും നടത്തിയ സൗഹൃദ സംഭാഷണത്തിലാണ് മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ ഒരു വടക്കൻ വീരഗാഥയിൽ താൻ നെഗറ്റീവ് ഷെയ്ഡുള്ള ചതയൻ ചന്തു എന്ന കഥാപാത്രത്തിലേക്കായി എത്തുന്നതെന്ന് മമ്മൂട്ടി പറഞ്ഞു. അന്ന് മമ്മൂട്ടി പറഞ്ഞ യെസ്സിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ചത് പകരം വെക്കാനില്ലാത്ത മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക് കൾട്ടായ ഒരു വടക്കൻ വീരഗാഥയും വടക്കൻ പാട്ടുകളിലൂടെ മാത്രം കേട്ട എണ്ണം പറഞ്ഞ വീരചേകവന്മാരുടെയും ഉണ്ണിയാർച്ചയുടെയും ഒക്കെ ഒരു പൂർണ്ണ രൂപം കൂടിയായിരുന്നു. ഇനി ഒരുപക്ഷെ അരിങ്ങോടരെന്നും ചതയൻ ചന്തു എന്നും ആരോമൽ ചേകവർ എന്നും ഒക്കെ കേട്ടാലും ആദ്യം മലയാള മനസ്സിൽ ഓടിയെത്തുന്നതും ഈ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ക്യാപ്റ്റൻ രാജുവും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒക്കെ ആയിരിക്കും. വടക്കൻ പാട്ടുകളിലെ ചന്തുവിനെ നിശബ്ദതയിലും അധപ്പതനത്തിലും ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ തിരക്കഥാകൃത്ത് MTയുടെ കണ്ണിൽ ചന്തു ഒരു വില്ലനായിരുന്നില്ല, മറിച്ച് സാഹചര്യങ്ങളുടെ ഇരയും വിധിയും തെറ്റിദ്ധാരണയും മൂലം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണ്. വടക്കൻ പാട്ടുകളിലെ ചതയൻ ചന്തുവിന്റെ കഥ തന്ത്രങ്ങളും വഞ്ചനയും കുറിച്ച് മാത്രമല്ല, മറിച്ച് വൈകാരികമായ ആഴത്തെയും തെറ്റിദ്ധരിക്കപ്പെടുന്നതിന്റെ വേദനയും കുറിച്ചാണ്. മികച്ച നടൻ, മികച്ച തിരക്കഥ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ, മികച്ച വസ്ത്രാലങ്കാരം എന്നിവയുൾപ്പെടെയുള്ള 4 ദേശീയ പുരസ്കാരങ്ങളാണ് ചിത്രത്തിനായി ലഭിച്ചിരുന്നത്. കൂടാതെ 8 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും 1989 ഹരിഹരൻ MT കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം നേടിയിരുന്നു. റിലീസ് ചെയ്തപ്പോൾ തന്നെ വാണിജ്യപരവും നിരൂപകവുമായ പ്രശംസയും ചിത്രം നേടി. ഇപ്പോഴിതാ നീണ്ട 36 വർഷങ്ങൾക്ക് ശേഷം ചിത്രം 4K മികവോടെ വീണ്ടും എത്തുകയാണ്. എന്നാൽ ചിത്രം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരിക്കൽ കൂടി എത്തുമ്പോൾ സിനിമയുടെ ഭാഗമായ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. തിരക്കഥാകൃത്ത് MT വാസുദേവൻ നായർ മുതൽ സിനിമയിൽ ശക്തമായ കഥാപാത്രം അവതരിപ്പിച്ച ബാലൻ K നായർ വരെ മൺമറഞ്ഞിരിക്കുന്നു. കുഞ്ഞുനൂലിയായി വേഷമിട്ട നടി ചിത്ര, കണ്ണപ്പൻ ചേകവരുടെ ഭാര്യയായി അഭിനയിച്ച സുകുമാരി, അരിങ്ങോടരുടെ ശിഷ്യന്മാരിൽ ഒരാളായി വേഷമിട്ട കുണ്ടറ ജോണി എന്നിവരും ഒരു വടക്കൻ വീരഗാഥ റിലീസ് ചെയ്യുമ്പോൾ ജീവിച്ചിരിപ്പില്ല. അതേസമയം ചിത്രം ഒരിക്കൽ കൂടി എത്തുന്നതിന്റെ ആവേശവും സന്തോഷവും പങ്കിട്ട് ഉണ്ണിയാർച്ച എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ മാധവി എത്തിയിരുന്നു. കൂടാതെ മമ്മൂട്ടിയുടെ മറ്റ് റിലീസുകൾ പരാജയപ്പെട്ടുവെങ്കിലും വടക്കൻ വീരഗാഥയിലൂടെ റിലീസിംഗിൽ ഒരു പുതുചരിത്രം കുറിക്കാൻ കഴിയുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്.